വിജയ വിജയ മോനെ വിജയ എടാ വിജയ. അമ്മയുടെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വിജയ വിജയാന്ന് വിളിക്കരുതെന്ന്. വിജയ് അങ്ങനെ വിളിച്ചാ മതി. അത് അമ്മ എപ്പോഴും മറന്നു പോടാ മക്കളെ. മതി മതി, വിളിച്ച കാര്യം പറ. എടാ മോനെ അവളെ കോളേജിലൊന്നും കൊണ്ടാക്കടാ, അവളുടെ വണ്ടി പെട്രോൾ തീർന്നു. ഇന്നലെ ഇവൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് വുമണാണ്, അവക്കാരുടെ സഹായം വേണ്ട, അവൾ ഒറ്റയ്ക്ക് ജീവിക്കും. അല്ലേടി ഫെമിനിസ്റ്റ് മരപ്പാഴ്. അമ്മ അടങ്ങിയിരിക്കാൻ പറ അമ്മ, എനിക്ക് എക്സാം ഉള്ളത്, എന്റെ വണ്ടി സ്റ്റാർട്ട് ആകാനായിട്ടല്ലേ, സമയം പോകുന്നു അമ്മേ. അമ്മയല്ലേ ഇനി അമ്മൂമ്മ എന്ന് പറഞ്ഞാലും ശരി, നീ സോറി പറയാതെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കത്തില്ല. എന്റെ പട്ടി പറയും സോറി. എന്നാ പട്ടിയുടെ പുറത്ത് ഒരു പൊടി കോളേജില്. മോം എനിക്ക് ഉറങ്ങണം, ഈ മാതിരി ചീള് കേസിൽ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. എക്സാം ഉള്ളത് കൊണ്ടല്ലേടാ, അല്ലെങ്കിൽ ഞാൻ വല്ല പാണ്ടിയിൽ ഉറക്കി കയറ്റി വിട്ടേനെ. ചുമ്മാ ഒരു സോറി പറ, അണ്ണൻ കൊണ്ടാക്കും. അമ്മേ അമ്മ ഇതിന് കൂട്ടിക്കുവാണോ? നിന്റെ അണ്ണനല്ലേടി മോളെ. പക്ഷെ ഇന്നലത്തെ നിന്റെ ഡയലോഗ് അടി എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. എളുപ്പം സോറി പറഞ്ഞിട്ട് പോ, എനിക്ക് ജോലിക്ക് പോകണം. സോറി അമ്മ. മാവേ സോറി. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മേ എനിക്കൊരു ഡൗട്ട്, ഈ മുതുക്കി സ്ഥാനത്തേക്ക് ഇനി വാവേന്ന് വിളിക്കേണ്ടതുണ്ടോ? ഉണ്ണിമോനിപ്പ ചെല്ല്. നിനക്കിപ്പോ മനസ്സിലായോടി നിന്റെ പരിപ്പൊന്നും ആ വീട്ടില് വേവൂല്ലെന്ന്. അവിടെ ഒരു ഫെമിനിസ്റ്റ് അജണ്ട. എന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. ഒന്ന് വേഗം പോവോ? എന്നിട്ട് അങ്ങ് എഴുതി മറിക്കാനാ. എഴുതി മറിച്ചിട്ട് തന്നെയാ ഞാൻ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്നത്. അല്ലാതെ നിന്നെ പോലെ സപ്ലൈ അടിച്ച് വീട്ടിൽ ഇരുന്ന് അമ്മയുടെ ചെലവിൽ തിന്ന് ജീവിക്കുവല്ല. നീ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നു വണ്ടി ഓടിക്കാൻ. എന്താ ഇന്നലെ നീ അടിച്ച നിന്റെ വണ്ടിയുടെ പെട്രോൾ ഊറ്റിയത് ഞാനാ. ഇപ്പം മനസ്സിലായോടി തറതല്ല പറഞ്ഞ് നിന്നെ കൊണ്ട് സോറി പറയിക്കാനും വേണം എന്റെ കാലു പിടിപ്പിക്കാനും പറ്റുമെന്ന്. പോട്ടെ മോളെ, ബൈ. ഒന്ന് നിന്നേ. എന്ത്? നീ ഊറ്റിയ പെട്രോളിന്റെ കാശേ നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ വൈകിട്ട് തെന്നിത്തിരിഞ്ഞ് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാൽ മതി, ഞാൻ ഉമ്മർത്ത് കാണും. കേട്ടോടാ പട്ടി. പോടാ. അരുന്ധതി അരുന്ധതി, നീ ദേവനന്ദനം തറവാട്ടിലേക്ക് തിരിച്ചു വന്നു അല്ലേ? എന്തായാലും ഞാൻ വരും. ഇത്ര വർഷമായിട്ട് എന്നെ ടൂറിന് വിട്ടിട്ടില്ല, ഇത്തവണ ഉറപ്പായിട്ട് ഞാൻ വരും. എന്റെ ചേട്ടൻ തെണ്ടി കാരണം ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. എന്തോ ചെയ്യാനാ? ആ നാറിയാണെങ്കിൽ 24 മണിക്കൂർ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോക്കാം. അവനെ അമ്മേനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് എന്നെ ഇത്ര നാള് വീട്ടിൽ പൂട്ടിയിട്ടത്. ഇനി അവൻ എനിക്കൊരു ശല്യമായിട്ട് വന്നാ ഉറപ്പായി ഞാൻ വല്ല എലിവശവും കൊടുത്ത് ഞാൻ കൊല്ലും. ഞാൻ ആരെ? എന്തുവാണ്? ആരെയോ കൊല്ലുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. അത് എലിയോ കൊല്ലുന്ന ആരും പറഞ്ഞത്? എവിടെയോ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ടൂറിന് പോവാൻ. നിന്നെ ഞാൻ ടൂറിന് വിടാം. അണ്ണാ അടങ്ങണ്ണ, എനിക്ക് പോണണ്ണാ. നീ പോവണ്ട. അമ്മേ എവക്ക് ടൂർ പോണോന്ന് പിള്ളേരുടെ കൂടെ കിടന്ന് അഴിഞ്ഞാടാനാ. പറയുന്നോടാ പട്ടി. ധിക്കാരി. ഈ ദേവനന്ദനം തറവാട്ടിലെ മഹേന്ദ്രവർമ്മയ്ക്ക് ഇനി ഒരു സഹോദരി ഇല്ല. ദേവനന്ദനം തറവാട്ടിലെ സഹോദരങ്ങൾക്ക് ഇനി എന്തു സംഭവിക്കും?
തുടർന്ന് കാണുക എന്റെ അനുജത്തി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8:30. ഹലോ, ആ ചേച്ചി സുഖമാണോ? പിള്ളേരൊക്കെ എന്തോ പറയുന്നു? രണ്ടുപേരും അകത്തുണ്ട്. രണ്ടെണ്ണം ഇപ്പോഴും കീരിയും പാമ്പും തന്നെ. അതൊക്കെ പണ്ടല്ലായിരുന്നു. ഇപ്പൊ അടയും ചക്കരയും പോലെ ഭയങ്കര സ്നേഹമാ രണ്ടുപേരും. എടി, ഞാൻ പിന്നെ വിളിക്കാമേ. ആ കണ്ടാൻ പൂച്ച അടുക്കളയിൽ കയറി എന്തൊക്കെയോ തട്ടിമറിച്ചിട്ടിട്ടുണ്ട്. വിളിക്കാം. ആ ശരി ചേച്ചി, ശരി. എന്തോ നാടി കാണിക്കുന്നേ? എനിക്ക് ടൂർ പോണം അമ്മ. അവന്റെ നെഞ്ചത്തെടുത്ത് സേതുമാധവൻ കളിക്കാതെ എണ്ണീറ്റ് ഓടി. നിനക്ക് നാണമില്ലേ കൊച്ചു വെച്ചായിട്ട് അടിയൂടാൻ? എന്നാ നീ നിന്റെ അച്ഛനെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്ത്. ഞാൻ അങ്ങേരോട്ട് വഴക്കിടാം. അയാളാകുമ്പോ കുറച്ച് വലുതാണല്ലോ. ചുമ്മാ അല്ല, മണ്ടയ്ക്കും കൊണ്ടിക്ക് ഓരോന്ന് കിട്ടുന്ന ഇടയ്ക്ക്. ഇവനത് സ്ഥിര കൊള്ളയാ കൊച്ചിനെ ചുമ്മാ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത്. അല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ അവസ്ഥ ഇതുപോലെ ആവോ? സംശയമുണ്ട്. എണീറ്റേ നീ ആ ബൈക്ക് എടുത്ത് 2 റോഡ് കറങ്ങിട്ട് വന്നേ. വെറുതെ കമിതാക്കടെ ശല്യമാവാൻ വേണ്ടിട്ട്. വെറുതെ വീട്ടില് വാനപ്രസം കണ്ടോണ്ടിരുന്ന എന്നെ നീ അല്ല വിളിച്ചിറക്കിയത്. വിളിച്ചോടനെ ഇറങ്ങി വരുവോ? ഓഹോ, എഴുന്നേറ്റ് പോണ. അതൊക്കെ പോട്ടെ, വീട്ടിലൊന്ന് കല്യാണക്കാരി സംസാരിക്കുന്നില്ലേ? ആദ്യം ഞാൻ എന്റെ വീട്ടിൽ സംസാരിച്ചു നോക്കട്ടെ. അവിടെ ഓക്കെയാണ് അങ്ങോട്ട് വന്നാൽ പോരെ? ഓക്കെ അല്ലെങ്കിലോ? അല്ലെങ്കിൽ എന്ത് വേറെ കെട്ടണം. ആ, എനിക്കത് അറിഞ്ഞാൽ മതി. നീ പോയി അതിന് വീട്ടിൽ സംസാരിക്കേ. എനിക്ക് നല്ല നല്ല ആലോചന വരുന്നത്, അതും നല്ല നല്ല ജോലിയുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ പോട്ടെ, അനിയനെ വിളിക്കാം. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. മതി, നിനക്ക് ലോലാവനാന്നല്ല. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കാം. ഓ ആയിക്കോട്ടെ. പോണാ പൊടാട്ടി. പോന്ന വഴിക്ക് നിന്റെ വണ്ടി കത്തിപ്പൊടി പട്ടി. അവളെന്താ നേരത്തെ പോയത്? അല്ല, എന്നാൽ ഇത്ര നേരത്തെ പോകുന്നല്ലോ. അല്ല എന്നാലും നിന്റെ ചത്തുപോയ അപ്പൂപ്പന്റെ 16 ഉണ്ണാൻ പോയേക്കുന്നു. എഴുന്നേറ്റ് പോടാ. എന്തുവാടി? ഇതൂടെ കൂട്ടി 8ാമത്തെ വടയാണ് ഈ തരുന്നത്. പോങ്ങാതെ കാര്യം പറയടി. സങ്കടം കൊണ്ടല്ല, കേൾക്കും എനിക്കൊരു സന്തോഷം. ഒന്ന് ചുമ്മാ ഇരടേ മോളെ. അഖിലെ കാര്യം പറ. എക്സാം പൊട്ടിയോ? അതിന് നീയല്ല, ഞാൻ എക്സാം എഴുതിയത്. കണ്ടോ, എന്റെ നിലമുണ്ടെ കയറുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്ന് വെറുതെ ഇരടേ മോളെ, കാര്യം പറ. അണ്ണ എന്റെ പുറകെ ഒരുത്ത് നടന്ന് ശല്യം ചെയ്യുവോ? അത്രേ ഉള്ളായിരുന്നോ? ഇതൊക്കെ കോളേജ് സാർ. ശല്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ റോഡിലൊക്കെ വെച്ച് എന്റെ പുറകെ നടന്ന് പേര് വിളിക്കുക, അവിടെ ഇവിടെയൊക്കെ എന്റെ പേര് എഴുതി വെക്കുക. ആകെപ്പാട് നാണക്കേടാ എനിക്ക്. നിനക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടായിരുന്നു? ദേഷ്യപ്പെട്ട് അവൻ ആ വഴി ഓടിയനല്ലോ. ആ മാതിരി നോട്ടമല്ലേ. നിനക്ക് നാണല്ലേ ചേട്ടനാന്ന് പറഞ്ഞ നടക്കാൻ? ഒന്ന് പോയി ചോദിച്ചൂടി. എന്നിട്ട് വേണം അവൻ എന്നെ എടുത്തിട്ട് ഇടിക്കാൻ. അവൻ ഇടികൊണ്ട് ഞാൻ വീട്ടിൽ കിടന്നുണ്ടല്ലോ, നീ പോലും തിരിഞ്ഞു നോക്കത്തില്ല. എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ പോയി ചോദിക്കണം അല്ലേടി? എടാ നീ ഇങ്ങനെ ഒരുത്തനായിപ്പോയല്ലോ. ഞാനെങ്ങാണ് അടിച്ചോന്റെ മണ്ട വിളിച്ചനെ. ആര്, നീയാ? ആന്താ ഞാൻ അടിച്ചാ കൊള്ളത്തില്ലേ? ഇത് നീ ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ നീ ആണാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ലേലും നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലല്ലോ. എന്നാ നാളെ പോയി ചോദിക്കാം. ഇപ്പൊ തന്നെ ചോദിക്കണം. അതെന്തിന്? എന്നാലും അതിനൊരു ചൂട് കാണത്തുള്ളൂ. എന്നാ നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. ഇവിടെ വിളി. നമ്മള് പോയാ പോരെ, അവളെന്തിനാ? ഇല്ല, ഞാനും വരുന്നത്. എനിക്ക് ആ നാറിയുടെ മുഖത്തൂക്കി 2 പറയാനുണ്ട്. എട്ട് പറയും. വാ പോ. എവിടാവൻ? ഇവിടെ എവിടോ നിൽക്കുന്നവൻ. വാ.
പയ്യൻ വിജയ് എടാ നീ എന്താ ഇവിടെ? ഞങ്ങൾ ഈ വഴി പോയപ്പോ നിന്റെ അനിയനെ കണ്ടപ്പോ പരിചയപ്പെടല്ലോ എന്ന് കരുതി വന്നതാ. നീ എന്തിനാ ഇവിടെ? ഞാൻ ഇവനെ വിളിക്കാൻ വന്നയാ. എന്താട്ടാ പ്രശ്നം? എന്താ പ്രശ്നം? നിനക്കൊന്നും അറിയത്തില്ലേ? എല്ലാരും മുന്നിൽ പറഞ്ഞിരിക്കുന്നു. ഇനി വന്ന് നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ അവനെ കാര്യം പറഞ്ഞ പിന്നെ മനസ്സിലായിക്കോളാം. എന്താ മനസ്സിലാക്കാൻ? നിനക്ക് അവനെ ഇടിക്കാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ ഇപ്പൊ അവനെ ഇടിച്ച ഒരു കുടുംബം തകരും. ആരെ കുടുംബം? എന്റെ ഭാവിയിലെ കുടുംബം. മനസ്സിലായില്ല. ആ നിൽക്കുന്ന പെങ്കൊച്ചിനെ കണ്ടോ? അപർണ. ഞാൻ സ്നേഹിക്കുന്ന പെങ്കൊച്ചാ അത്. അവന്റെ അനിയനാ അത്. അത് ശരി. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് സഹകരിക്കണം. നിനക്ക് എന്നെ ടൂറിന് വിടാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് എന്റെ ഫെമിനിസത്തെ പുച്ഛാണല്ലേ? നീ വീട്ടിലോട്ട് വേണം, ശരിയാക്കി തരാൻ. തമാശ എന്ന് പറഞ്ഞ ഭയങ്കര തമാശ. എന്തുവാണ് അവിടെ നടക്കുന്നത്? ഇവിടത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അതെന്തുവാ? എനിക്കില്ലാത്ത പ്രശ്നത്തിനാണോ നിനക്ക്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എടാ മൈലാഞ്ചി മോഹമുള്ള മൈനെ പട്ടി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടാ മാറി. എങ്ങോട്ട് പോകുന്നു? അകത്തോട്ട്. ഇങ്ങോട്ട് വാ. വാ. എന്തേ? തിരുമ. വേറെ വല്ലതും ചെയ്തു തരണോ? നീ വന്നേ പറയട്ടെ. ഇനി ഈ വീട്ടിൽ നിന്റെ സൗണ്ട് പൊങ്ങരുത്. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. മിണ്ടാതെ ഉരിയാടാതെ ജീവിച്ചോണം. എങ്കിൽ പോയൊരു ചായ ഇട്. ശരി. എന്താ? എന്റെ കാലിന് നല്ല വേദന. അതൊക്കെ വേണോ? അമ്മേ, എന്തിനാ അമ്മയൊക്കെ വിളിക്കുന്നേ? ഞാൻ തന്നെ ചെയ്തു തരാം. പെട്ടെന്ന് കഴുകിയിട്ട് അടുക്കളയിലിട്ടോ, കുറച്ച് പണിയുണ്ട്. നീ കഴിച്ചോ? ഞാൻ ഒന്നും കഴിക്കുന്നതല്ലേ. നീ ഒന്നും കഴിക്കത്തില്ല. എന്തായാലും പറയാനുണ്ടോ? അമ്മ എന്നാ ചേട്ടൻ ഇവിടെ നിന്ന് സെറ്റ് അല്ലെങ്കിൽ ഞാൻ കൈയോടെ നോക്കിയതാ. എന്നോട് എന്താ പേര് മാഡം? എങ്കിലും കേട്ടത് ഇതാ എന്റെ ചേട്ടൻ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സപ്ലൈ അടിച്ച് വീട്ടിലിരിപ്പാ. മതി മതി. ഇതാരാ? എന്റെ സീനിയറാ. എന്നെ കാണാൻ വേണ്ടി വന്നതാ. അന്നവരെ നിർത്തിയാണോ സംസാരിപ്പിക്കുന്നേ? ഇരിക്കൂ. അമ്മേ ചായ എടുക്കുന്നില്ലേ? എന്നാ നീ പോയ ചായ ഇട്.
ഞങ്ങൾ ഇച്ചിരി സംസാരിക്കട്ടെ. അമ്മേ ഓടാ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പയ്യൻ? ഇഷ്ടമായോ? എടേ മതി മതി, കൂടുതൽ തമാശിക്കല്ലേ. ഇങ്ങനെയൊക്കെ അല്ലേ അമ്മ എനിക്ക് അണ്ണനെ ഒന്ന് റാഗ് ചെയ്യാൻ പറ്റുന്നത്. ആ മതി മതി, ഇങ്ങനെയൊക്കെയാണോ അണ്ണനോട് സംസാരിക്കുന്നത്? മോനെ, ഈ ഗ്ലാസ് എല്ലാം കൊണ്ടുപോയി ഇന്ന് കഴുകി വെക്കും. അമ്മ. അപ്പൊ ശരി അമ്മ, ഞാൻ പോയിട്ട്. ശരി മോളെ, കാണാം. ഇടയ്ക്കൊക്കെ ഇറങ്ങണം. ഉറപ്പായിട്ട്. ഞാൻ ചേച്ചിനെ കൊണ്ടാക്കിയിട്ട് വരാവേ. ശരി. ആ കൊച്ചു പോയോ അമ്മേ? ആ പോയി. എന്തേ? എടാ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അയ്യോ ഇങ്ങനൊന്നുമല്ല, ഇതിന്റെയൊക്കെ അപ്പുറവാ. ഡീ, നിന്നെ അമ്മ വിളിക്കുന്നു, അങ്ങോട്ട് ചെന്നേ. ഓ ശരി, പോട്ടെ ചേച്ചി. ശരിയടാ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ. ബൈ. നീ എന്തോ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് കയറി വന്നേ? അവള് വിളിച്ചു, ഞാൻ വന്നു. ആ പൊട്ടിപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞ് ഓടി ഇങ്ങോട്ടങ്ങ് വരികയാണോ? എന്റെ അമ്മ എന്ത് വിചാരിക്കും? അമ്മ എന്ത് വിചാരിക്കാൻ? എന്നാലും ഒരെന്നാലും ഇല്ല, അമ്മ അടുത്തല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡീ, ഞെട്ടണ്ട, അവളെല്ലാം പറഞ്ഞ് സെറ്റാക്കിക്കോളും. ഞാൻ എന്നാലും ഇനി അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എപ്പോഴും നോക്കുന്ന പോലെ നോക്കണം. എടി, ഒന്നും പറയട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പോട്ടെ ഡാർലിംഗ്, ബൈ. അവനെ ചേച്ചിയെ കണ്ടപ്പോ കിളി പോയി. അമ്മാതിരി പണിയല്ലേ ഞാൻ കൊടുത്തത്. ഇനി അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ ചേട്ടൻ തന്നെ ഉണ്ടല്ലോ, അവൻ എവിടെ എപ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. അവൻ എൻ്റെ വാലേ വരും. വേണം വേണം വേണം, ഇത്രയൊന്നും കൊടുത്താൽ പോരാ. അത് മാത്രമല്ല, നമ്മുടെ കാര്യവും കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഇങ്ങനെ ലോക്ക് ചെയ്തേക്കുന്നത്. അവനറിഞ്ഞാൽ പോപ്പാവും. ആ പൊട്ടനെ പറ്റിക്കാനാണോ പാട്? ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബേബിക്കും കൂടെ വേണ്ടിയിട്ടാണ്. ലവ് യു ടു ബേബി. എന്തുകൊണ്ടാ? ആരാടി ബേബി? ബേബി അല്ലണ്ണ, ബാബ ബാബ. പ്രശ്നം ഉണ്ടാക്കി അമ്മേനെ അറിയിക്കരുത്. ഇല്ല, അവിടെ ഒരു ഓത്താരാധ. അവള് പറയുമ്പോ പകല്, അവള് പറയുമ്പോ രാത്രി. അല്ലേടി, ആരാന്ന് പറഞ്ഞു? അണ്ണ ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ, എന്റെ കാര്യത്തിലും കൂടെ ഒന്ന്. ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ ആരാന്ന് പറയടി. ഫോണെടുക്കടി, അണ്ണ ഫോണെടുക്കടി. തല പൊക്കടാ. എടാ ഫോൺ കാണിക്കടാ. അമ്പിളി, ഞാൻ അളിയനെ വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതാണ് ഞാൻ ഇവിടെ വിളിച്ചത്. അണ്ണ അളിയൻ ഞാൻ എല്ലാം തുറന്നു പറയാൻ വേണ്ടി ഇരുന്നതാ. ഞാനെല്ലാം പറയാം. എടാ, ഇനി ഞാൻ അങ്ങോട്ട് പറയാം. അളിയ അളിയന്റെ അളിയനാൻ പോകുന്ന അളിയനല്ലേ അളിയ? അയ്യോ അളിയ, പരിശുദ്ധ പ്രണയമാണ്, പരാക്രമക്കാരനാണ്. അയ്യോ കാട്ടുപട്ടി, അവന്റെ അമ്മൂമ്മയുടെ പറയാം. അല്ലല്ലേ അളിയ, നിന്റെ പെങ്ങള് വിധവയാവേ? ഇല്ലടാ, നിനക്ക് ഞാൻ അവളെ കെട്ടിച്ചേരാ. അപ്പൊ കെട്ടിച്ചേരൂ? ഓ പിന്നെന്താ? അയ്യോ